ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. 26 സങ്കീർത്തനം 1 വാക്യം. യഹോവേ, എനിക്ക് ന്യായം പാലിച്ചു തരണമേ. ഞാൻ എൻ്റെ നിഷ്കളങ്കതയിൽ നടക്കുന്നു. ഞാൻ ഇളകാതെ യഹോവയിൽ ആശ്രയിക്കുന്നു. ഞാൻ എൻ്റെ നിഷ്കളങ്കതയിൽ നടക്കുന്നു എന്നാണ് ഈ സങ്കീർത്തനത്തിലെ പ്രഖ്യാപനം. ഇൻ്റഗ്രിറ്റി എന്ന ഇംഗ്ലീഷ് പദമാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. അതിൻ്റെ മലയാളം പരിഭാഷ സമഗ്രത എന്നാണ്. എന്താണ് സമഗ്രത? ബൈബിളിൽ പ്രധാനമായും സങ്കീർത്തനങ്ങളിലും സദൃശ്യവാക്യങ്ങളിലും ഈ പദം ഏകദേശം 30 തവണ ഉപയോഗിച്ചിട്ടുണ്ട്. ദൈവം ഇഷ്ടപ്പെടുന്ന ശ്രേഷ്ഠ ഗുണമാണ് സമഗ്രത. സ്ഥിരതയും വിട്ടുവീഴ്ചയില്ലാത്തതും ആയിരിക്കുക, എല്ലാ കാര്യങ്ങളിലും കർശനമായ ധാർമ്മിക സമീപനം സ്വീകരിക്കുക, എല്ലാ പ്രവൃത്തികളിലും സത്യസന്ധരും കൃത്യതയുമുള്ളവരുമായിരിക്കുക എന്നൊക്കെയാണ് ഈ വാക്കിൻ്റെ അർത്ഥം. ദൈവിക പ്രമാണങ്ങൾക്കും സദാചാര നിയമങ്ങൾക്കും അനുസരിച്ച് ജീവിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നവരാണ് സമഗ്രതയുള്ളവർ. അവർ ഒരിക്കലും കപടനാട്യക്കാരായിരിക്കില്ല. അവർ വിശ്വസ്തരും സ്വന്തം വാക്കിൽ എന്നും എപ്പോഴും ഉറച്ചു നിൽക്കുന്നവരും ആയിരിക്കും. തിരുവെഴുത്തിൽ ഈ സ്വഭാവഗുണത്തെ ജ്ഞാനവുമായി താരതമ്യപ്പെടുത്തുകയും വക്രതയുടെ വിപരീത സ്വഭാവമായി കാണുകയും ചെയ്യുന്നു. സദൃശ്യവാക്യങ്ങൾ 11:3. നേരുള്ളവരുടെ നിഷ്കളങ്കത അവരെ നയിക്കുന്നു, എന്നാൽ വഞ്ചകരുടെ വക്രത അവരെ നശിപ്പിക്കുന്നു. ദൈവഭക്തനും നിഷ്കളങ്കനും വ്യക്തിത്വത്തിൽ സമഗ്രതയുള്ളവനുമായിരുന്ന ഇയ്യോബിൻ്റെ ജീവിതത്തിൽ ദുരന്തങ്ങൾ തുടർക്കഥയായി. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാര്യ ദൈവത്തെ ഉപേക്ഷിക്കുവാൻ ഉപദേശിച്ചു. പക്ഷേ ഇയ്യോബ് തയ്യാറായില്ല. ഇയ്യോബിൻ്റെ സമഗ്രതയെപ്പറ്റി സാത്താനോട് കർത്താവ് പ്രശംസിച്ച് സംസാരിക്കുന്നുണ്ട്. 2 അധ്യായം 3 വാക്യം. കർത്താവ് സാത്താനോട് വീണ്ടും ചോദിച്ചു, എൻ്റെ ദാസനായ ഇയ്യോബിനെ നീ ശ്രദ്ധിച്ചോ? അവനെപ്പോലെ നിഷ്കളങ്കനും നീതിനിഷ്ഠനും തിന്മയിൽ നിന്ന് അകന്ന് ജീവിക്കുന്നവനുമായി മറ്റാരെങ്കിലും ഭൂമിയിലുണ്ടോ? അകാരണമായി അവനെ നശിപ്പിക്കാൻ നീ എന്നെ സമ്മതിപ്പിച്ചെങ്കിലും അവൻ്റെ വിശ്വസ്തത അചഞ്ചലമായി നിൽക്കുന്നു. ഇയ്യോബിൻ്റെ ശരീരമനസ്സുകളെയും സമ്പത്തിനെയും ആക്രമിച്ചുകൊണ്ട് ദൈവത്തിലുള്ള അവൻ്റെ വിശ്വാസത്തെ തകർക്കാൻ സാത്താൻ ശ്രമിച്ചു. പക്ഷേ അവൻ വഴങ്ങിയില്ല. കുറ്റപ്പെടുത്തുന്ന തൻ്റെ സുഹൃത്തുക്കൾക്ക് മറുപടിയായി അവൻ പറഞ്ഞു, മരിക്കുന്നതുവരെ ഞാൻ എൻ്റെ നിർമ്മലത ഉപേക്ഷിക്കില്ല. 27:5. പണ്ടുകാലങ്ങളിൽ സമഗ്രത പ്രശംസനീയമായ ഒരു സ്വഭാവഗുണമായി കരുതിയിരുന്നു. അങ്ങനെയുള്ളവർക്ക് സമൂഹം ആദരവും ബഹുമാനവും നൽകിയിരുന്നു. ആദ്യകാല ക്രിസ്ത്യാനികളുടെ ക്രെഡിബിലിറ്റി അവരുടെ സ്വഭാവത്തിലെ സമഗ്രതയായിരുന്നു.
ക്രിസ്ത്യാനികൾ നേരുള്ളവരും സത്യസന്ധരുമാണെന്ന പൊതുസാക്ഷ്യം അവർക്ക് ഉണ്ടായിരുന്നു. എന്നാൽ ആധുനിക കാലഘട്ടം സത്യസന്ധതയ്ക്ക് വലിയ പ്രാധാന്യം കൊടുക്കുന്നില്ല. അത് ജീവിത വിജയത്തിന് ഒരു തടസ്സമായ ഒബ്സസീവ് സ്വഭാവ ബലഹീനതയായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. പെട്ടെന്ന് സമ്പന്നരാകാനും കുറുക്കു വഴികളിലൂടെ സ്ഥാനമാനങ്ങളിൽ കയറിപ്പറ്റുവാനും ബലഹീനരെ ചൂഷണം ചെയ്യുവാനും കുറ്റബോധമില്ലാതെ അധാർമിക പ്രവൃത്തികൾ ചെയ്യാനും സമഗ്രത തടസ്സമാണെന്നാണ് കൺസ്യൂമറിസ്റ്റിക് കൾച്ചറിൻ്റെ കാഴ്ചപ്പാട്. രാഷ്ട്രീയക്കാർ ഒരു കാര്യം വാഗ്ദാനം ചെയ്ത് മറ്റൊന്ന് ചെയ്യുന്നതും സ്വന്തം ബലഹീനതകളെ മറച്ചുവെക്കുവാൻ എതിർകക്ഷിയുടെ പോരായ്മകളെ അപലപിക്കുന്നതുമൊക്കെ പൊതുവെ കണ്ടുവരുന്ന സ്വഭാവ വൈകൃതങ്ങളാണ്. മതരാഷ്ട്രീയ നേതൃത്വത്തിലും മാതാപിതാക്കളിലും ദാമ്പത്യ പങ്കാളികളിലും സമഗ്രത നഷ്ടപ്പെടുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഇത് പരസ്പരം വിശ്വാസമില്ലായ്മയും സംശയവുമൊക്കെ ഉണ്ടാക്കാൻ കാരണമാകും. സത്യ ഏക ദൈവത്തിൽ വിശ്വസിക്കുന്ന ദൈവമക്കൾ സത്യത്തിൽ അടിയുറച്ച് വിശ്വസിക്കുകയും വാക്കിലും പ്രവൃത്തിയിലും സമഗ്രത നിലനിർത്തുകയും സത്യത്തിൻ്റെ പക്ഷം ചേരുകയും ചെയ്യേണ്ടവരാണ്. സത്യസന്ധത പാലിക്കുന്നവർക്ക് തിരുവെഴുത്ത് വാഗ്ദാനം ചെയ്യുന്ന പ്രതിഫലങ്ങളെപ്പറ്റി സദൃശവാക്യങ്ങളിലെ പ്രസ്താവന വളരെ ശ്രദ്ധേയമാണ്. 20:7 സത്യസന്ധതയിൽ നടക്കുന്ന നീതിമാൻ്റെ പിൻതലമുറകൾ അനുഗ്രഹിക്കപ്പെട്ടതാണ്. 28:18 നീതിമാർഗത്തിൽ നടക്കുന്നവർ സുരക്ഷിതരായിരിക്കും, ദുർമാർഗത്തിൽ നടക്കുന്നവർ കുഴിയിൽ വീഴും. ക്രേത്തയിലെ പുതിയ വിശ്വാസികൾക്ക് ഒരു നല്ല മാതൃകയാകുന്നതിൻ്റെ ഭാഗമായി സത്യസന്ധനായിരിക്കാൻ പൗലോസ് തീത്തോസിനെ ഉപദേശിക്കുന്നുണ്ട്. 2-ാം അധ്യായം 6-7 വാക്യങ്ങൾ. നീ എല്ലാ വിധത്തിലും സൽപ്രവൃത്തികൾക്ക് മാതൃകയായിരിക്കണം. നിന്റെ പ്രബോധനങ്ങളിൽ സത്യസന്ധതയും ഗൗരവബോധവും ആരും കുറ്റം പറയാത്ത വിധം നിർദോഷമായ സംസാര രീതിയും പ്രകടമാക്കുക. പൗലോസ് അപ്പോസ്തലൻ്റെ ഈ ഉപദേശം പ്രത്യേകിച്ച് ആത്മീയ ഇടയന്മാർക്കും എല്ലാ വിശ്വാസികൾക്കുമുള്ളതാണ്. മറ്റുള്ളവരിലെ ബലഹീനതകളും പോരായ്മകളുമൊക്കെ ചൂണ്ടിക്കാണിക്കാൻ എളുപ്പമാണ്. പക്ഷെ നമ്മളെ വിമർശനാത്മകമായി വിലയിരുത്തണം. നമ്മുടെ കണ്ണിൽ കോലിരിക്കുമ്പോൾ മറ്റുള്ളവരുടെ കണ്ണിലെ കരട് വിമർശന വിഷയമാക്കാൻ നമുക്ക് അവകാശമില്ല. നമ്മൾ ലോകത്തിൻ്റെ വെളിച്ചവും ഉപ്പുമാകണമെങ്കിൽ ഭക്തിയുടെ ബാഹ്യപ്രകടനങ്ങൾ കൊണ്ട് മാത്രം മതിയാവില്ല. വാക്കിലും പ്രവൃത്തിയിലും സത്യസന്ധതയും സമഗ്രതയും നിലനിർത്തണമെന്നാണ് ഭാഗ്യവാനായ പൗലോസ് അപ്പോസ്തലൻ പറയുന്നത്. ഫിലിപ്പിയർ 2-ാം അധ്യായം 3, 4, 5 വാക്യങ്ങൾ. മത്സരമോ വ്യർത്ഥാഭിമാനമോ മൂലം നിങ്ങളൊന്നും ചെയ്യരുത്. മറിച്ച് ഓരോരുത്തരും താഴ്മയോടെ മറ്റുള്ളവരെ തങ്ങളെക്കാൾ ശ്രേഷ്ഠരായി കരുതണം.
ഓരോരുത്തരും സ്വന്തം താല്പര്യം മാത്രം നോക്കിയാൽ പോരാ, മറിച്ച് മറ്റുള്ളവരുടെ താല്പര്യവും പരിഗണിക്കണം. യേശുക്രിസ്തുവിനുണ്ടായിരുന്ന ഈ മനോഭാവം നിങ്ങളിലും ഉണ്ടാകട്ടെ. ഞാൻ സമഗ്രതയോടെ നടക്കുന്നു എന്ന് ഈ സങ്കീർത്തനത്തിൽ പറയുന്ന ദാവീദിൻ്റെ ജീവിതത്തിൽ അധാർമിക വീഴ്ചകൾ സംഭവിച്ചിട്ടുണ്ട്. എന്നാൽ ദാവീദ് മാനസാന്തരത്തോടെ ദൈവത്തോട് പാപക്ഷമ യാചിച്ചു. അപ്പോൾ ദൈവം പാപക്ഷമ നൽകി യഥാസ്ഥാനപ്പെടുത്തി. തുടർന്ന് സമഗ്രതയോടെ ദൈവം മുമ്പാകെ ജീവിക്കുവാൻ ദൈവം ദാവീദിനെ സഹായിച്ചു. നമ്മുടെ ജീവിതത്തിലും ബലഹീനതകളും പാപവീഴ്ചകളും സംഭവിച്ചിട്ടുണ്ടെങ്കിലും മാനസാന്തരത്തോടെ പാപമോചനത്തിനായി അപേക്ഷിക്കുമ്പോൾ സമഗ്രതയും സത്യസന്ധതയുമുള്ള ഒരു ജീവിതം നമുക്കും തീർച്ചയായും സാധ്യമാകും. നിസ്സാരവും ലോക സാധാരണവുമെന്ന് തോന്നുന്ന പാപസ്വഭാവങ്ങളോട് പൊരുത്തപ്പെട്ടാൽ നമ്മുടെ സമഗ്രതയും സത്യസന്ധതയും ക്രിസ്തീയ സാക്ഷ്യവുമൊക്കെ നഷ്ടപ്പെടാൻ കാരണമാകും. അതുകൊണ്ട് പൗലോസ് അപ്പോസ്തലൻ പറയുന്നു, റോമാലേഖനം 12-ാം അധ്യായം 2-ാം വാക്യം, നിങ്ങൾ ഈ ലോകത്തിന് അനുരൂപരാകരുത്, പ്രത്യുത നിങ്ങളുടെ മനസ്സിൻ്റെ നവീകരണം വഴി രൂപാന്തരപ്പെടുവിൻ. ദൈവഹിതം എന്തെന്നും നല്ലതും പ്രീതിജനകവും പരിപൂർണമായതും എന്തൊക്കെയെന്നും വിവേചിച്ചറിയാൻ അപ്പോൾ നിങ്ങൾക്ക് കഴിയും. ഈ ലോകത്തിന് അനുരൂപരാകാതെ എല്ലാത്തിലും സ്ഥിരതയുള്ളവരായി പുതുക്കപ്പെട്ട മനസ്സോടെ രൂപാന്തരപ്പെടുവാനും സമഗ്രതയുള്ളവരായി ജീവിക്കുവാനും നമുക്ക് നമ്മെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ശുഭാശംസകളോടെ എ പി ജോർജച്ചൻ.